ചിത്രമായി ഇറങ്ങി ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ തിയേറ്ററിൽ തുടരുന്ന റിംഗ് മാസ്റ്ററിന്റെ സൂത്രധാരൻ റാഫിയാണ് ഇപ്പോൾ ദിലീപ്.online.com സംസാരിക്കാൻ നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ആദ്യമായി സ്വതന്ത്ര സംവിധായകനായപ്പോൾ ദിലീപേട്ടനെ നായകനാകാൻ ക്ഷണിച്ചതിനെ കുറിച്ച് വിശദീകരിക്കാമോ? അത് വളരെ നേരത്തെയുള്ള പ്രോജക്റ്റാണ്. അത് ഓക്കെ. ഞങ്ങൾ പിരിയുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു പ്രോജക്റ്റാണ്. അത് ഞാൻ ആദ്യം ചെയ്യാൻ തീരുമാനിച്ചതേ ഉള്ളൂ. ഓക്കെ. ദിലീപേട്ടനുമായി ഉള്ള ബന്ധത്തെ കുറിച്ച് രണ്ട് വാക്ക്. ദിലീപ് ആയിട്ട് പരിചയം തുടങ്ങുന്നത് മിമിക്രി കാലഘട്ടത്തിലാണ്. ഞാനും മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ആ സമയം മുതൽ ദിലീപിനെ അറിയാം. പിന്നെ ഞാൻ ബിഗ്ലാലിന്റെ അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ശ്രീ കമലിന്റെ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു ദിലീപ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോഴും ആ സൗഹൃദം തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് ഞാനും മെക്കാരനും സ്വതന്ത്ര സംവിധായകരായപ്പോ ദിലീപിനെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യം ചെയ്ത സിനിമ പഞ്ചാബി ഹൗസാണ്. പട്ടികളെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ, അതും ബിഗ് ബഡ്ജറ്റിൽ എടുക്കുമ്പോൾ ഉണ്ടായ ടെൻഷനും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയായിരുന്നു? ഇപ്പൊ സാധാരണ ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും സ്വാഭാവികമായും. ഇത് ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു. പിന്നെ അതിന് നല്ല ട്രെയിനേഴ്സിന്റെ സഹായം തേടിയിരുന്നു. ബോംബെയിലുള്ള ശങ്കർ എന്ന ട്രെയിനർ ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ വൈക്കം രാജീവ് എന്ന ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നല്ല കഴിവുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ ചിത്രം ചിത്രീകരിച്ചത്. പിന്നെ വളരെ ക്ഷമയോടുകൂടി എല്ലാ താരങ്ങളും എല്ലാ ടെക്നീഷ്യൻസും വളരെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന്റെ ചിത്രീകരണം സാധിക്കുമായിരുന്നുള്ളൂ. എല്ലാവരും തന്നെ അതിൽ വളരെയധികം സഹകരിച്ചു എന്ന് തന്നെയാണ് പറയാം. പിന്നെ അത് ഏറ്റവും കൂടുതൽ സഹകരണം ഉണ്ടായത് ദിലീപിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. കാരണം ദിലീപായിട്ട് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് ടോക്സിന്. അപ്പോ ഈ ട്രെയിനേഴ്സ് പറഞ്ഞ് ക്യാമറക്ക് പിന്നിലേ നിൽക്കാൻ പറ്റുള്ളൂ അവർക്ക്. പക്ഷെ ഇതിൽ കുറച്ച് ഡോഗ്സ് ഒക്കെ അഗ്രസീവ് ആയിരുന്നു. ചിലതൊക്കെ കടിക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു. പക്ഷെ അത്തരം വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് ദിലീപ് അതിന് വളരെ ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുകയും ട്രെയിനേഴ്സിന്റെ അടുക്കൽ നിന്നും ഇതിന്റെ എങ്ങനെയാണ് ഇതിനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അതുമായിട്ട് ദിലീപ് വളരെയധികം കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ ധൈര്യപൂർവ്വം ഇപ്പൊ ഇപ്പൊ വേറൊരു താരമാണെങ്കിൽ ഒരു പക്ഷെ ഇത്രയും പട്ടികളുടെ കൂടെ അഭിനയിക്കാൻ സാധിക്കില്ലെന്ന് പറയാമായിരുന്നു. പക്ഷെ അതൊരിക്കലും ദിലീപിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിട്ടില്ല. പരിപൂർണമായിട്ടുള്ള ആ സഹകരണം. പിന്നെ ഇതിന്റെ ക്യാമറമാൻ ഷാജി, ആർട്ട് ഡയറക്ടർ, പിന്നെ മറ്റു ടെക്നീഷ്യൻസ് എല്ലാവരും തന്നെ, ഇപ്പൊ ഇതിന്റെ കോസ്റ്റ്യൂമർ സതീഷ്, ഇവരൊക്കെ തന്നെ കാരണം ഈ ബോക്സിനും കോസ്റ്റ്യൂം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അതൊരു രസമായിട്ടും അതിനുവേണ്ടി ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടി ഒരു മനസ്സോട് കൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്നെ കൊണ്ട് അത് സാധിച്ചത്. എന്തുകൊണ്ടാണ് സിനിമയിലെ ഡയറക്ടറുടെ റോൾ സ്വയം ചെയ്യാൻ തീരുമാനിച്ചത്? അത് ആദ്യം ദേശ്പാണ്ഡെ ആയിരുന്നു ആദ്യം ആ റോളിന് അത് കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോ ഈ ഡോഗ്സിനെ വെച്ചിട്ടുള്ള അപ്പൊ അദ്ദേഹം അതിന് ഡേറ്റ് നൽകിയിരുന്നു. അപ്പൊ ഈ ഡോഗ്സിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് തീരാതെയായി. അങ്ങനെ ചാർട്ട് ചെയ്തിരുന്ന എല്ലാം താറുമാറായി. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തീരുമാനിച്ചിരുന്ന സീനുകൾ ചിത്രീകരിക്കാൻ പറ്റാതെയായി. അങ്ങനെ ഡേറ്റുകൾ പല പ്രാവശ്യം മാറിയപ്പോൾ പാണ്ഡേക്ക് വരാൻ പറ്റാതെയായി. പിന്നെ അതിനുശേഷം ലാലേട്ടനെ സമീപിച്ചിരുന്നു അതിലൊരു ഗസ്റ്റ് റോൾ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. ലാലേട്ടനും താല്പര്യം കാണിച്ചെങ്കിലും ലാലേട്ടന്റെ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഡേറ്റ് വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ആരുമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ദിലീപാണ് ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞത്. അത് എന്നോട് തന്നെ എന്തുകൊണ്ടാണ് നമ്മളിനി വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡേറ്റിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മറ്റ് ആർട്ടിസ്റ്റുകളെ സഹകരിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് അത് എന്റെ അടുത്ത് തന്നെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചത് ദിലീപാണ്. പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യൻസിന്റെ ഒക്കെ സപ്പോർട്ട് അവിടെ വന്നു. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോഴാണ് ഞാനത് ചെയ്തത്. വിഷു വിന്നർ എന്ന് മിക്ക മീഡിയാസും പറയുന്ന റിംഗ് മാസ്റ്ററിന്റെ കളക്ഷൻ ഡീറ്റെയിൽസ് അറിയാൻ പലർക്കും താല്പര്യമുണ്ട്. അത് പറയാമോ? അതിന്റെ കളക്ഷൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും അത് എനിക്ക് ഇടയ്ക്ക് വെച്ച് ഒരു സാധാരണ വിഷു ഹിറ്റ് സിനിമ കളക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം.
അപ്പൊ ആദ്യകാല കളക്ഷൻ റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഇതുവരെ എത്ര കൃത്യമായിട്ട് കളക്ട് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. റിംഗ് മാസ്റ്ററിന്റെ ബഡ്ജറ്റും സാറ്റലൈറ്റ് റേറ്റും എത്രയെന്ന് പറയാമോ? അതിൽ സാറ്റലൈറ്റ് റേറ്റ് അത് പ്രൊഡ്യൂസുമായിട്ടുള്ള ഒരു ധാരണയാണ്. അത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല എത്രയാണെന്ന് കൃത്യമായിട്ട്. ഇതിന്റെ ബഡ്ജറ്റ് ഏകദേശം 8 കോടി രൂപയോളം ആയിട്ടുണ്ട്. സിനിമ പുറത്തിറങ്ങി ഇന്റർവെൽ മുതൽ തന്നെ പല രൂപത്തിൽ റിപ്പോർട്ട്സ് പുറത്തു പോകുന്ന കാലമാണിത്. സോഷ്യൽ മീഡിയ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറയുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? പരാജയങ്ങൾ ആർക്കും തീരുമാനിക്കാൻ കഴിയില്ല. അത് തീരുമാനിക്കുന്ന പ്രേക്ഷകർ മാത്രമാണ്. കാരണം പക്ഷേ ഇപ്പോ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കളക്ഷൻ കൂട്ടാൻ സാധിക്കും. ഒരു നല്ല സിനിമയാണെങ്കിൽ അത് ആളുകൾ കാണാൻ തീരുമാനിച്ചിട്ടുള്ള സിനിമയാണെങ്കിൽ അത് അവരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക വഴി ആ സിനിമയ്ക്ക് കളക്ഷൻ കൂട്ടാനായിട്ട് എന്തായാലും ഓൺലൈൻ മീഡിയ മറ്റു മീഡിയ പോലെ ഓൺലൈൻ മീഡിയ വഴിയും സാധിക്കും. പിന്നെ ഒരു സിനിമ വിജയിപ്പിക്കണോ പരാജയപ്പെടുത്തുന്നതും പ്രേക്ഷകരാണ്. അവര് ഓരോ കാറ്റഗറിയിലുള്ള സിനിമയിലും സിനിമകൾ പരാജയപ്പെടുത്താറുണ്ട്, വിജയിപ്പിക്കാറുണ്ട്. ഇപ്പൊ അത് ആക്ഷൻ സിനിമയായാലും ഫാമിലി ആയാലും കോമഡി ആയാലും ഹൊറർ ആയാലും ഓഫ് ബീറ്റ് സിനിമയായാലും ഒക്കെ നമ്മുടെ പ്രേക്ഷകർ വിജയിപ്പിക്കാറുണ്ട്. അവർക്ക് നല്ലതെന്ന് തോന്നുന്നത് അവര് ആദ്യത്തെ ദിവസം തന്നെ വിധി എഴുതുകയും അതിന്റെ വിജയം പരാജയവും അന്ന് തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യാറുണ്ടല്ലോ. താങ്കൾക്ക് സിനിമയിൽ നല്ല സമയവും ചീത്ത സമയവും ഉണ്ടായിട്ടുണ്ട്. സിനിമ പരാജയപ്പെടുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് വിലയിരുത്താറുണ്ടോ? തീർച്ചയായിട്ടും സിനിമ പരാജയപ്പെടുമ്പോഴും ആണ് ഏറ്റവും കൂടുതൽ ആ സിനിമയെ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് ഇത് ആദ്യ സമയത്ത് കാരണം ഒരു സിനിമ ഒരു കഥ ആലോചിച്ചു തുടങ്ങുമ്പോൾ മുതൽ അത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് ആണല്ലോ ഒരു കഥ തിരഞ്ഞെടുക്കുന്നത്. അത് പിന്നെ തിരക്കഥയാക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അതുള്ളത് കൊണ്ടാണ് ആ സിനിമ ചിത്രീകരിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത്. എന്നിട്ടും എവിടെയോ പിഴവുകൾ പറ്റുമ്പോഴാണ് സിനിമ പരാജയപ്പെടുന്നത്. ആ പിഴവുകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുകയും അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. പഞ്ചാബി ഹൗസ് സെക്കൻഡ് പാർട്ട് വരുന്നു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിത്രം ഇനി പ്രതീക്ഷിക്കാമോ? പഞ്ചാബി ഹൗസിന്റെ രണ്ടാം ഭാഗം വളരെ മുമ്പ് തന്നെ ഞാനും മെക്കാരനും കൂടി ചേർന്ന് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അത് എന്തായാലും അത് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അത് സമീപ ഭാവിയിൽ അതിന്റെ രണ്ടാം ഭാഗം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് സിനിമ സംവിധാനം ചെയ്യും. ഇപ്പോഴേക്ക് ആ ചിത്രം പ്രതീക്ഷിക്കാം? അത് അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ആയില്ല. ഇതിനൊരു 3-4 വർഷം മുമ്പാണ് ഇത് ശരിക്കും പഞ്ചാബി ഹൗസ് രണ്ടാം ഭാഗം ഞങ്ങൾ ആലോചിക്കുന്നത്. അത് ആ സമയത്ത് പിന്നെ അതില് അന്വേഷിക്കയില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തോന്നിയപ്പോഴാണ് അത് പിന്നീടാവെന്ന് പറഞ്ഞ് അത് നിർത്തിവെച്ചത്. ഇപ്പോ കുറച്ചു കാലം മുമ്പ് ഞങ്ങളത് വീണ്ടും അത് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുത്തിരുന്നു. ഇപ്പൊ ആ തീരുമാനമാണ് ഇപ്പോഴും നിലവിലുള്ളത്. മലയാളത്തിൽ ഇപ്പോഴും പ്രമുഖ സംവിധായകരെല്ലാവരും കാലങ്ങളായുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് തന്നെയാണ് പിന്തുടരുന്നത്. പഴയ രീതിയിലുള്ള പോസ്റ്റേഴ്സ്, ഫ്ലക്സുകളെല്ലാം. ചുരുക്കം ചിലർ മാത്രം ഓൺലൈൻ മീഡിയാസ് വഴി ആധുനിക രീതിയിൽ ചെയ്യുന്നു. താങ്കൾ അത് ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെയുള്ള രീതികൾ പിന്തുടരണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാലഘട്ടത്തിന്റെ മാറ്റമാണ് ഈ ഓൺലൈൻ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അത് തീർച്ചയായും സ്വീകരിച്ചേ പറ്റുള്ളൂ. കാര്യം ഇപ്പൊ ആളുകളിലേക്ക് ഏറ്റവും ആദ്യം എത്തുന്നത് ഇപ്പൊ മൊബൈൽ ഫോണിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ജനങ്ങളിലേക്ക് ആദ്യം ഓൺലൈൻ മീഡിയ ആണ് എത്തുന്നത്. ഒരു പോസ്റ്ററിനും ഒരു പത്രപരസ്യത്തിനും മറ്റുള്ള ആളുകളെ ആകർഷിക്കാൻ കഴിയുമ്പോൾ ഇത്തരം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളെ ഈ സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കാൻ ആ ആളുകളിലേക്ക് സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കാൻ ഏറ്റവും നല്ലത് ഓൺലൈൻ മീഡിയ തന്നെയാണ്. ഫ്യൂച്ചർ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ദിലീപ് ഏട്ടനുമായി അടുത്ത പ്രോജക്ട്സ് ഉണ്ടാകുമോ? ദിലീപിന് വേണ്ടിയിട്ട് ഞാനൊരു തിരക്കഥ എഴുതുന്നുണ്ട്. എന്റെ അടുത്ത പ്രോജക്റ്റ് അതാണ്. അത് രഞ്ജിത്താണ് അത് നിർമ്മിക്കുന്നത്. രജപുത്ര. ഷാഫിയാണ് സംവിധായകൻ. എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കപ്പെടും? അത് ഈ വർഷം അവസാനമായിരിക്കും. ഈ വർഷം അവസാനം ഷൂട്ട് തുടങ്ങും. അതെ. താങ്കളുടെ വിലപ്പെട്ട സമയം dileeponline.com വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. താങ്കളുടെ ഭാവി പ്രോജക്ട്സിന് വേണ്ടി എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.